ബജറ്റിൽ വിഴിഞ്ഞം പദ്ധതിക്ക് സഹായകരമായ യാതൊരു പദ്ധതിയുമില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാവപ്പെട്ട ജനങ്ങളെയും സാധാരണ തൊഴിലാളികളെയും അവഗണിച്ച ബജറ്റ് വേറെ ഉണ്ടായിട്ടില്ല. സമ്പന്നരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ബജറ്റിന്റെ ലക്ഷ്യമെന്നും ബജറ്റിൽ വയനാടിനെയും കേരളത്തെയും പൂർണ്ണമായും അവഗണിച്ചുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സാധാരണ ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം തകർച്ച നേരിടുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചു. ബജറ്റിൽ കേരളം എന്ന ഒരു പദപ്രയോഗം പോലുമില്ല. കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്നില്ല. കേരളത്തിന്റെ വിവിധ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെയുണ്ട്. നമ്മുടെ സംസ്ഥാനം തന്നെ 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ്, വിഴിഞ്ഞത്തിന്റെ പ്രത്യേക പാക്കേജ്, ഇതെല്ലാം ബഡ്ജറ്റ് സപ്പോർട്ടിന് വേണ്ടി കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല. എല്ലാ മനുഷ്യരെയും അങ്ങേയറ്റം ദുഃഖിപ്പിച്ച ഒരു സംഭവമാണ് വയനാടിലെ ദുരന്തം. ആ വയനാട്ടിലെ ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കുന്നതിനും മരണപ്പെട്ടവരുടെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുന്നതിനും വ്യക്തമായ നിർദ്ദേശം കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടും വയനാടിനെ സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും കേന്ദ്രം മുന്നോട്ട് വെച്ചില്ല. അങ്ങനെ സമ്പൂർണമായി കേരളത്തെ അവഗണിച്ച ഒരു ബജറ്റാണിത്.